ബൽറാം തുടരുന്നു. ബൽറാം, അതിൽ ഒരാൾ യു പിയിലും വോട്ട് ചെയ്ത് ഹരിയാനയിലും വോട്ട് ചെയ്ത കാര്യം രാഹുൽ ഗാന്ധി പറയുന്നുണ്ടായിരുന്നു. അതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ഹരിയാനയിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് പേരൊന്ന് മാറ്റി, അച്ഛൻ്റെ പേരൊന്ന് മാറ്റി, അതേ വ്യത്യാസം ഉണ്ടായുള്ളൂ. അങ്ങനെ ദുരൂഹമായ പല സ്ഥലങ്ങളിലെ വോട്ടർമാർ, പേരുള്ളവർ, പേരില്ലാത്തവർ, അച്ഛൻ്റെ പേര് ABCDEF, അത് ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായില്ല. ബൾക്ക് വോട്ടർമാർ, ഇല്ലാത്ത വോട്ടർമാർ 20 എന്താണ് അതിൻ്റെ എറർ ഫാക്ടർ മാറ്റി നിർത്തിയാലും 10-20 ലക്ഷം വോട്ടർമാരെങ്കിലും വ്യാജ വോട്ടർമാർ കടന്നുകൂടുകയും മുഖമുള്ള, പേരുള്ള, ശരീരമുള്ള, വീടുകളുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ ഒഴിവാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണത്തിനപ്പുറം ജനാധിപത്യത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായ പരാമർശമാണ്. അത് ഹരിയാനയിൽ മാത്രമല്ല, നമ്മൾ നേരത്തെ മഹാരാഷ്ട്രയിൽ കണ്ടതും കർണാടകയിൽ കണ്ടതും സമാനമായ ആരോപണങ്ങൾ തന്നെയാണ്. ഇനിയും പരാതി വേണം, അല്ലെങ്കിൽ അന്വേഷിക്കണം, തെളിവുകൾ കൈമാറണം തുടങ്ങിയ സാദാസീദാ മറുപടി ഇലക്ഷൻ കമ്മീഷൻ പറയൽ സാധ്യമാണോ ബൽറാം? ഹാഷ്മി, രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ച ഹരിയാനയിൽ വോട്ട് ചെയ്ത ഉത്തർപ്രദേശിലെ BJPയുടെ സർപഞ്ച് ദൗൽചന്ദിന്റെ ചിത്രവും അദ്ദേഹത്തിന്റെ മകന്റെ ചിത്രവും ഉപയോഗിച്ചായിരുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ് എന്നും ഇത്തരത്തിലുള്ള നിരവധി വോട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇത് പല വിധത്തിൽ വോട്ടിരട്ടിപ്പ് BJP നടത്തുന്നുണ്ട്. തങ്ങളുടെ വോട്ടർമാരെ കൂട്ടത്തോടെ 2 സംസ്ഥാനങ്ങളിലും വോട്ടർമാരായി ചേർക്കുക, അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക, കൂടാതെ ഇത്തരത്തിൽ പേരോ മേൽവിലാസമോ ഇല്ലാത്ത ബ്രസീലിയൻ മോഡൽ അടക്കമുള്ള തരത്തിൽ വോട്ടുകൾ ഉണ്ടാക്കുക, ഒരേ ഫോട്ടോ തന്നെ 100 കണക്കിനിടത്ത് ഒരേ വോട്ടർ പട്ടികയിൽ പ്രത്യക്ഷപ്പെടുക തുടങ്ങിയ തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി നടന്നതായാണ് ആരോപിക്കുന്നത്. ഇതിൽ ആസൂത്രിതമായി നടന്ന ഒരു കൊള്ള എന്ന രാഹുൽ ഗാന്ധി നേരത്തെ ആരോപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നടത്തിയ 2 വാർത്താ സമ്മേളനങ്ങളിലും ചില പിഴവുകൾ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ തവണത്തെ വാർത്താ സമ്മേളനത്തിൽ, കർണാടകയിലെ വാർത്താ സമ്മേളനത്തിൽ പരാതികൾ മാത്രമാണ് ഉണ്ടായത് എന്നും അവരുടെ വോട്ടുകൾ തള്ളപ്പെട്ടിട്ടില്ല എന്നും വസ്തുതകൾ നിരത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിരോധമൊരുക്കി. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം എന്നുള്ളത് കൃത്യമായ തെളിവുകൾ, ആ തെളിവുകൾ ഉള്ള വിഷയങ്ങൾ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പ്രതിരോധമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഉടൻ തന്നെ വിശദമായ മറുപടി ഉണ്ടാകുമെന്ന് ഹരിയാന തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ആ മറുപടിയാണ് രാജ്യം കാത്തിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി സമാനമായി തന്നെ ഇതേ രീതിയിലുള്ള ശ്രമം ബീഹാറിലും ഉള്ളതായി രാഹുൽ സംശയം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ മാതൃകകൾ, ഉദാഹരണങ്ങൾ അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ അന്തിമ വോട്ടർ പട്ടികയിൽ ബീഹാറിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നതായി സംശയിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ബീഹാറിലെ വിഷയം പിന്നീട് വിശദമായി തന്നെ ഈ പറയുന്ന അത് വെറുതെ പറഞ്ഞു പോലായിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത, അതിനുശേഷം എല്ലാ രേഖകളും സമർപ്പിച്ചതിന് ശേഷവും ദുരൂഹമായി ലിസ്റ്റിൽ നിന്നും അപ്രത്യക്ഷമായ കുടുംബങ്ങളെ, ആൾക്കാരെ കൊണ്ട് നിർത്തിയായിരുന്നു ആ വാർത്താ സമ്മേളനം. അതുകൊണ്ട് അതിനൊക്കെ മറുപടി ഉണ്ടായാൽ മതിയാവുകയുള്ളൂ. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ 5,21,119 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരാണെന്ന് പറയുന്നത്. 93,174 ഇൻവാൾവ് അഡ്രസ് എന്ന് പറയുന്നുണ്ട്. 19,26,351 ബൾക്ക് വോട്ട്. അതിൽ ഈ 5,21,619 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ആധുനിക സംവിധാനം വെച്ചിട്ട് ഒറ്റ ക്ലിക്കിൽ ഈ ലിസ്റ്റിന്റെ ഒറ്റ കമ്പ്യൂട്ടർ ക്ലിപ്പിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള സോഫ്റ്റ്വെയർ ഇലക്ഷൻ കമ്മീഷന്റെ പക്കലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈസി അത് ചെയ്യാത്തത് എന്ന ഗുരുതരമായ ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. മറുപടി വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.